ഈ പിച്ചി സമരത്തിലാണ് പിള്ളേരെ. ഒരു 3-4 പൂ രാവിലെ കിട്ടി, പിന്നെ ഒരു 5-6 പൂ മുല്ലപ്പൂവും കിട്ടി. അത് വെച്ച് ഷോർട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പാവം വന്ന് ഇവിടെ മഹാ കള്ളിയായിട്ട് വരുക. ഞാനുണ്ടല്ലോ, എനിക്കങ്ങ് ദേഷ്യം വന്നിരിക്കും. ഒരു പൂ തരുന്നില്ല. ഇപ്പം വന്ന് കള്ളിയായിട്ടോ വന്നേക്കും. മഹാ കള്ളിയായിട്ട് വേറെ ഒരുത്തിയെ കൊണ്ട് നട്ടിട്ടുണ്ട്. അവളിങ്ങനെ ചില്ലയൊക്കെ ആയി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. താമസിയാതെ സിപ്പൂന് ആ പൂ കിട്ടും, ഞാൻ കാണിക്കാം കേട്ടോ. അതുകൊണ്ട് നമ്മളിന്ന് മിന്നാമിന്നി കളറുള്ള ഈ പൂ വെച്ച് നമ്മളിന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അത്ര ഉള്ളത്തില്ലല്ലോ, ഇത് പെട്ടെന്ന് പോവും. ഈ പൂ കാണുമ്പം എനിക്ക് നമ്മുടെ മണിച്ചേട്ടനെ ഓർമ്മ വരുന്നു കേട്ടോ. മിന്നാമിനുങ്ങി, ആ കളറല്ലേ ഇത്? മിന്നാമിനുങ്ങി എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ കൂട്ടിനു ഞാനും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുള്ളിയെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് മലനട വെച്ച്. ഇൻട്രോ പറയാൻ മറന്നു ഞാൻ. എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നേക്കുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നലത്തെ നമ്മുടെ തലമുടിയുടെ എൻ്റെ പൊന്നേ കാർക്കൂന്തൽ എപ്പോഴാ ഇങ്ങനെ വളർന്ന്, അത് നിങ്ങളെ ഇനി കാണിക്കണ്ടേ എൻ്റെ പൊന്നെ. വലിയ ചിലവില്ലാത്ത പരിപാടിയാണ് കഞ്ഞിവെള്ളം. ഒരു കമൻറ്റിനകത്ത് ഒരു സംഭവം പറഞ്ഞായിരുന്നു, കറക്റ്റാണ്. ഈ അരിയൊക്കെ മൊത്തത്തിൽ എന്താ നമുക്ക് മായമൊക്കെ ചേർന്ന് വരുന്ന അരിയല്ലേ. നല്ല ചൂടുവെള്ളം ഒഴിച്ച് അരിയൊക്കെ കഴുകി വാരി കലത്തിനകത്തോട്ട് ഇടണം കേട്ടോ. നമ്മളങ്ങനെ ചെയ്ത വെള്ളമാണ് കേട്ടോ. ഞാൻ അന്നേരം ഓർക്കും, നമ്മൾ ചൂടുവെള്ളത്തിൽ തന്നെ കഴുകണം കേട്ടോ. അരിക്കകത്തൊക്കെ എന്തൊക്കെയാണ് ഒരു മായങ്ങൾ ചേർക്കുന്നത് നമുക്കറിയാം. അത് കഴിവതും നമ്മുടെ അരിയൊക്കെ ചൂടുവെള്ളത്തിനകത്ത് കഴുകിയൊക്കെ എടുക്കണം കേട്ടോ. അത് പൈസ ചിലവൊന്നും ഇല്ലാത്ത പരിപാടിയാണല്ലോ കഞ്ഞിവെള്ളം, അതുകൊണ്ടാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ജയചേച്ചിയുടെ ടിപ്പാണ് ഞാൻ കാണിച്ചത് കേട്ടോ. വൈകിട്ട് വീഡിയോ എടുക്കുന്നത്, രാവിലെ തേച്ച് ഞാൻ വീഡിയോക്കകത്ത് പറയുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് എല്ലാവരും വളർത്തണം കേട്ടോ. സുപ്പുവിൻ്റെ മുടി കണ്ടിട്ട് വേണം നിങ്ങളും വളർത്താൻ. സുപ്പുവിൻ്റെ മുടി കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ മുടി. ആദ്യം നമ്മൾ മുടിയുടെ തുമ്പ് മുറിച്ചിട്ട് തന്നെ ചെയ്യുക. ആര് ചെയ്താലും എന്ത് ചെയ്താലും കേട്ടോ. ഇങ്ങനെയൊക്കെ ഓരോന്ന് പരീക്ഷിക്കുന്നത് കേട്ടോ. നമുക്ക് അതിൻ്റെ ആ വ്യത്യാസം മനസ്സിലാവും. അല്ലെങ്കിൽ മുടി മുറിക്കാതെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് വ്യത്യാസം മനസ്സിലാവത്തില്ല കേട്ടോ. നോക്കട്ടെ, എൻ്റെ മോനെ മുറിച്ച് തന്നേരം എനിക്ക് മുടി കിളിർക്കും എന്തോ നമുക്ക് കാണാമല്ലോ. ഞാൻ ഒന്നും പരീക്ഷിച്ചിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് നന്നായിട്ട് മുടി വളർത്തിയെടുക്കാം കേട്ടോ. നമ്മുടെ ചേച്ചിമാരൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതല്ലേ പിള്ളേർ, അവരൊക്കെ പറഞ്ഞു തരുന്ന നല്ല സൂത്രപ്പണികളാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ടൊക്കെ പോകാം കേട്ടോ. മറന്നുപോയി പറഞ്ഞു വരുന്ന കാര്യങ്ങളങ്ങ് ഇങ്ങനെ വണ്ടി ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ അങ്ങ് പോവാണല്ലോ ഈ ഇടയായിട്ട്. അടി വണ്ടിക്ക് കേട്ടോ, അടി. നമുക്ക് വീഡിയോയിലോട്ടൊക്കെ പോകാം. ഭയങ്കര ചൂട് കാരണം പെരയ്ക്കകത്തൊന്നും ഇരിക്കാൻ വയ്യ. എൻ്റെ ദൈവമേ, എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ആരോട് ചോദിച്ചാലും ചൂടേ ഇങ്ങനെ പറയുന്നത്. എന്ത് ചെയ്യാം, ദേഹമൊക്കെ അങ്ങ് സത്യം പറയാൻ ചൊറിച്ചിൽ. ചൂടുകുരു അല്ല കേട്ടോ, ഞാൻ എപ്പോഴും ചൊറിയും. നമുക്ക് ഈ അസ്വസ്ഥത ഉണ്ടാക്കും ഈ ചൂട് കേട്ടോ. അല്ലാതെ കുളിക്കാതെ നനയ്ക്കാതെ ഒന്നും ഇരുന്നിട്ടല്ല, ചൂട് തന്നെ കാരണം. എന്ത് ചെയ്യാം. നമുക്ക് വീഡിയോക്കകത്തോട്ടൊക്കെ പോകാം കേട്ടോ. കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കാക്കച്ചി ഇങ്ങനെ എൻ്റെ മേളിൽ കൂടെ പറക്കുന്നു. പൊക്കോണം. ഇവിടെ എങ്ങാനും വന്നാൽ എൻ്റെ വീടിക്കകത്ത് മൊത്തം ഇവിടെ കരച്ചില്ല. ഈ പെണ്ണ് മഹാ കുശുംബിയാണ് വന്ന് എന്തൊരു കുശുംബാന്നോ എന്തോ. മനുഷ്യർക്കല്ല, ഇതുപോലുള്ള കുഞ്ഞു അവളുടെ കരച്ചിൽ കേൾക്കാമല്ലോ. നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകും കേട്ടോ. അങ്ങനെ ഞാൻ ആരോടും പറയാതെ ഒരു വിരുന്ന് പോയി ഇന്നലെ കേട്ടോ. ഇന്നലത്തെ നമ്മുടെ വീഡിയോ ഒക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഞാനൊന്ന് നമ്മുടെ വീട്ടിൽ വരെ പോയിട്ട് ഇന്ന് രാവിലെയാണ് നമ്മളിവിടെ ലാൻഡ് ചെയ്തത് കേട്ടോ. ഇന്നലെ ഒരു 3 മണിയൊക്കെ ആയപ്പം വീട്ടിൽ പോയിട്ട് 8:30 ആയപ്പോൾ നമ്മളിവിടെ വന്നു കേട്ടോ.
8 മണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി, 8:30 ആയപ്പോൾ ഇവിടെ വന്നു. എളുപ്പം വണ്ടി കിട്ടി നമുക്ക് വെക്കം ഇനി വരാമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒന്ന് പോയി. ഒത്തിരി നാളായി ഞാൻ വീട്ടിൽ പോയിട്ട്. ഉത്സവത്തിന് പോലും ഞാൻ വീട്ടിൽ പോയില്ലായിരുന്നു കേട്ടോ. മോന് പരീക്ഷയായിരുന്നു, അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയില്ല അന്ന്. അപ്പോൾ പരാതി ഒന്ന് തീർക്കണമല്ലോ. വല്ലപ്പോഴും നമ്മൾ അപ്പനെയും അമ്മയും നമുക്കൊന്ന് പോയി കാണണ്ടേ. അതിന് നമ്മുടെ സരസ്വൻ്റെ മോന്തെ എങ്ങനെയാണെന്ന് ഇരിക്കുന്നത്, കടന്തൽ ഏതാണ്ട് കുത്തിയെന്ന് തോന്നുന്നു. മരുമോള് വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കേട്ടോ, മരുമോള് വീട്ടിൽ പോയിട്ട് വരുമ്പോഴേ ഈ അമ്മായിയമ്മമാരുടെ മോന്ത എന്താ ഇങ്ങനെ വീർക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോഴും കടത്തിൽ കുത്തും അവര്. പാമ്പറ അല്ലേ, അങ്ങനെയൊക്കെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ വീട്ടിൽ പോകണ്ടേ, നമ്മുടെ അപ്പനെയും അമ്മയും കാണാൻ പോകണ്ടേ. അപ്പോഴും ഞാനും ഒരു അമ്മായിയമ്മയാവും. അപ്പോഴെൻ്റെ മോന്ത വീർപ്പോ എന്തോ എനിക്കറിയത്തില്ല. അതൊക്കെ വേറെ പോലൊക്കെ നമുക്ക് കാണാം. അപ്പോഴെന്തായാലും നമ്മുടെ സരസു ഒരു മരുമകളായിരുന്നു. അപ്പോഴും സരസുവിൻ്റെ അമ്മായിയമ്മ ഇങ്ങനെ മോന്ത വീർപ്പിച്ച് കാണും പിള്ളേരെ. അതുകൊണ്ടായിരിക്കും നമ്മുടെ സരസു എൻ്റെ അടുത്ത് മോന്ത വീർപ്പിക്കുന്നത് കേട്ടോ. അപ്പോഴും മോന്തയൊക്കെ വീർത്ത് അങ്ങനെയൊക്കെ ഇരിക്കും. നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ. കൂടുതലും മൈൻഡ് ചെയ്താൽ ഭയങ്കര ഗമയാവും. ഞാൻ അതുകൊണ്ട് മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെ വന്ന് പിന്നെ എല്ലാം കഴിപ്പറക്കിയൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മളൊക്കെ ഇന്നലെ പോകുന്നത്, വിരുന്ന് പോകുന്നത്. എല്ലാം ഒതുക്കി വെച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ പോയിട്ട് വന്ന് പിന്നെ നമ്മുടെ സരസ്വന് കാപ്പിയൊക്കെ കൊടുക്കണ്ടേ. അപ്പോഴേ പുട്ടും പഴവുമായിരുന്നു. ഇന്നും നമ്മുടെ പുട്ടും പഴവുമായിരുന്നു. അപ്പോഴ് വീട്ടിൽ നിന്ന് എനിക്ക് ഇഡ്ഡലിയും സാമ്പാറും തന്നു വിട്ടു. ഞാനാവുന്നതും പറഞ്ഞതാ വേണ്ട. അതൊന്നും അല്ല, നമ്മുടെ അമ്മമാരും നാത്തുമാരും ഒക്കെ നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ കേട്ടോ. സത്യമായിട്ടോ, നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറക്കി കിട്ടി നമുക്ക് തന്നു വിടും. അപ്പോഴും രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി തന്നു വിട്ട്, നീ അവിടെ പോയി വെപ്രാളം പിടിച്ചൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും കേട്ടോ അങ്ങനെ കഷ്ടം തന്നെ പാവത്തുങ്ങൾ. അപ്പോഴ അത് തന്നു വിട്ടു. അതും ഉണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ വന്ന് നമ്മൾ പുട്ടും പഴം ഉണ്ടാക്കി കേട്ടോ. അപ്പോഴും മീൻ നമ്മുടെ അണ്ണൻ വാങ്ങിച്ചുകൊണ്ട് തന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞക്കോര, കിളിമീനെന്ന് പറയത്തില്ലേ, അത് അപ്പോഴും ഞാൻ നമ്മുടെ അരപ്പൊക്കെ തിളപ്പിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് മീനേ ഉള്ളൂ, കുഴപ്പമില്ല, അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ചോറായി. ഇനി എന്തെങ്കിലുമൊക്കെ നമുക്ക് ആക്കി കൂട്ടണം. ഇവിടെ മഴയൊന്നും പെയ്തില്ല, പക്ഷെ ഭയങ്കര ആവിയും ചൂടും. അപ്പോഴവിടെ എനിക്ക് തോന്നുന്നു ചൂട് കുറവായിരുന്നു. ഞാനിവിടെ ആവി എന്ന് പറയുന്നെങ്കിൽ അവിടെ ചെന്നപ്പോൾ അവിടെയൊക്കെ ഇച്ചിരി ഒരു മരത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ വീടിൻ്റെ അവിടെ ഒന്നും മരമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര ചൂട്. അവിടെ പക്ഷെ വലിയ ഇതൊന്നുമില്ല, ചൂടൊന്നുമില്ല കേട്ടോ. രാത്രിയിലും സുഖമായിരുന്നു കിടന്നുറങ്ങാൻ. രാവിലെ 6 മണിക്ക് അലാറം വെച്ചു. അപ്പോഴും രാവിലെ വരണ്ടേ, അപ്പോഴും ഉറങ്ങി പോയാലോ എന്ന് വിചാരിച്ച് ഒരു 6 മണിക്ക് അലാറമൊക്കെ വെച്ചു. അങ്ങനെ എന്തായാലും എഴുന്നേറ്റ് ഞങ്ങൾ ഇനി ഓടി വന്നു കേട്ടോ. നിൽക്കാനൊക്കത്തില്ലല്ലോ, നമുക്ക് നിൽക്കണമെന്നൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിനകത്തുണ്ട്. പക്ഷെ നിന്നാൽ ഇവിടെ ആരും ഇല്ലല്ലോ, നമ്മുടെ പാവമാണ്, ഒറ്റയ്ക്കല്ലേ. എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോയാലും അങ്ങ് വിഷമം കേട്ടോ. എൻ്റെ അണ്ണനെ കളഞ്ഞപ്പോൾ ഞാൻ എങ്ങും പോകത്തില്ല, പിള്ളേരെ പാവം കേട്ടോ, എങ്ങും പോകത്തില്ല. പിന്നെ ഇങ്ങനെ വീട്ടിൽ നമുക്ക് പോയല്ലേ പറ്റത്തുള്ളൂ വല്ലപ്പോഴും, അങ്ങനെ കേട്ടോ. അതേം പറഞ്ഞ് നിന്നാൽ അത് എന്തെങ്കിലുമൊക്കെ വെക്കണ്ടേ. അപ്പോഴും പാവയ്ക്കയും കോവയ്ക്കയും കൂടെ മെഴുക്കുരട്ട് വെക്കാൻ അരിഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് നമ്മുടെ മീനിൻ്റെ അരപ്പ് തിളച്ചത് കേട്ടോ. ഇനിയൊന്ന് അരിഞ്ഞൊക്കെ ആരാണ്ടും ഞാൻ കഥ അടച്ചിട്ടില്ല. അനങ്ങെന്ന് ഞാൻ വെച്ച് വല്ല കള്ളന്മാരും ഇനി നേരത്തെ കാണാൻ ഞാൻ പോയപ്പോഴങ്ങനെ കയറി ഇരുന്നെന്ന് വിചാരിച്ചു കേട്ടോ. ഒന്നുമില്ല, കഥ വെറുതെ അടഞ്ഞു വന്നതാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നലെ കൂട്ടുകാരുടെ ആരുടെയും വീഡിയോ കണ്ടില്ല കേട്ടോ. ഇന്ന് സുപ്പ് ഉച്ച കഴിഞ്ഞിരുന്ന് കാണുന്നതാണ്. വീട്ടിൽ പോയ നെറ്റില്ല കേട്ടോ. നമ്മുടെ വീഡിയോ തന്നെ ഇട്ടത് എത്ര സമയം കൊണ്ട്. നമുക്ക് ഇവിടെ കുഴപ്പമില്ല, ജിയോടെയാണ് എൻ്റെ ഇത് സിം കേട്ടോ. പെട്ടെന്നങ്ങ് ആയി വന്നോളും, നമുക്ക് വീഡിയോ ഇട്ടാൽ പോവും കേട്ടോ. ഒത്തിരി താമസമൊന്നുമില്ല. പക്ഷെ അവിടെ അങ്ങനെ കിട്ടത്തില്ല, ജിയോയ്ക്കൊന്നും അത്ര ഇതില്ല, റേഞ്ചില്ലെന്ന് തോന്നുന്നു. പിന്നെ എന്തായാലും ഊതി ആറ്റി ഒരുവിധം വന്നു കേട്ടോ. നെറ്റ് സ്ലോ അവിടെ കേട്ടോ. അപ്പോഴേ ഇന്നിപ്പോൾ എല്ലാം വെച്ചിട്ട് ഇന്നലെ മുതലേ അയ്യോ എന്താ വിചാരിക്കും, ഇന്നലത്തെ വീഡിയോ ഒന്നും ആരെയും കാണാൻ പറ്റിയില്ല. സുപ്പ് അന്നേരം ഇന്ന് ഉച്ചയ്ക്ക് ഇരുന്ന് കണ്ട് കമൻ്റൊക്കെ തരുന്നതാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ. നമുക്ക് അങ്ങനെയൊക്കെ ഒരു എവിടെയെങ്കിലും ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ വീഡിയോ. നമ്മുടെ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരെയും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു, കാണാം കേട്ടോ. എല്ലാവരുടെ അടുത്ത് വരാം. അയ്യോ അങ്ങനെ പോയില്ലാണെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ അപ്പനും അമ്മയ്ക്കും കേട്ടോ. പിന്നെ എപ്പോഴും ഒന്നും ചെല്ലാനൊന്നും പറയത്തില്ല, എന്നാലും മനസ്സിനകത്തൊരു വിഷമം. മക്കൾ വല്ലപ്പോഴെങ്കിലും ഒന്ന് കാണാൻ ചെന്നില്ലെങ്കിൽ ഒരു വിഷമമല്ലേ അവർക്ക്. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചാലും വന്ന് അങ്ങനെ നിൽക്കത്തില്ല കേട്ടോ. നമ്മളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആവും കേട്ടോ. ചെന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര വിഷമമായേനെ.
എന്തായാലും പോയി എല്ലാവരും കണ്ടു. ഒരു ദിവസം ഒന്ന് കിടന്നുറങ്ങുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. രാവിലെ മുടിയിൽ ഇന്ന് നമ്മുടെ ചേച്ചിയുടെ ടിപ്പാണ് ചെയ്തത്. മുട്ട തേച്ച് അടിച്ച് നനച്ച് കുളിച്ചു. വീട്ടിൽ നിന്ന് കുളിക്കാതെ കഴിഞ്ഞ് വന്നത് കേട്ടോ. നമുക്കൊരു, ഞാൻ പറഞ്ഞില്ലേ, 2 വീലറിലാണെങ്കിൽ ഒരു 15 മിനിറ്റ്. കുളിക്കാനൊന്നും അവിടെ സൗകര്യമുണ്ട്, നമുക്ക് സമയം കിട്ടത്തില്ല. മോൾക്ക് ക്ലാസ്സിന് പോകണമായിരുന്നു കേട്ടോ. ഇവിടെ വന്നാൽ പിന്നെ ഞാൻ കുളിച്ചത് കേട്ടോ. അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തോട്ടൊക്കെ വരാം. ഇനി കറി എന്തെങ്കിലും ആക്കണം. കോവയ്ക്ക വാങ്ങിച്ചുകൊണ്ട് വന്നേ നമ്മുടെ അണ്ണന്. അങ്ങനെ നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ഇവിടെ സെറ്റായി കേട്ടോ. പാവയ്ക്ക മെഴുക്കുവരട്ടി ആക്കി എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പച്ചടിയാണ്. പച്ചടിക്ക് വെള്ളരിക്ക തിരക്കി ചിലപ്പം ഇതേ നമ്മുടെ സാമ്പാർ കുട്ടന്മാരങ്ങനെ ഇരിക്കുന്ന കണ്ണൻ തെള്ളി. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് സാമ്പാർ കുട്ടന്മാരെയും കൂടെ ഉണ്ടാക്കി എടുക്കാം. ഒന്നാമതെ വീട്ടിൽ പോയതിൻ്റെ ഒരു തുള്ളലൊക്കെ ഉണ്ട്. അപ്പോഴിനി പച്ചടി മാത്രം കൂട്ടി കൊടുത്താൽ അതിനെക്കാട്ടിലും തുള്ളലാവും. അതുകൊണ്ട് നമ്മുടെ സാമ്പാർ കുട്ടന്മാരെയൊക്കെ അങ്ങോട്ട് വേവിച്ച് വെച്ചു, ചാലിച്ച് വെച്ചില്ല. പിന്നെ പച്ചടിക്ക് വെള്ളരിക്ക അങ്ങോട്ട് അരിഞ്ഞ് വെച്ചു. സുജാത ചേച്ചിയുടെ കൊച്ചുമോളെയും കൊണ്ട് ഞാൻ അരിഞ്ഞെല്ലാം അരച്ച് വെച്ചു കേട്ടോ. ഒരു വേഗം ആയില്ലേ പണികൾ. ഇങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് വെക്കം ചെയ്താൽ പണി എളുപ്പം തീർന്നു അല്ലേ. നല്ല മഴക്കോളുണ്ട് കേട്ടോ. മഴ പെയ്തിരുന്നെങ്കിലൊന്ന്. അപ്പോഴങ്ങനെ പിന്നെന്താ, പിന്നെ നമുക്ക് ഇന്നൊരു ടിപ്പ് പറയാം. എല്ലാ ചേച്ചിമാരും ടിപ്പൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് സൂപ്പർ കുട്ടി ഒരു ടിപ്പ് പറഞ്ഞുതരാം. എല്ലാ വീട്ടമ്മമാർക്കും അറിയാം, അറിയാത്തവർ ചെയ്ത് നോക്കണം. വീഡിയോ ഇത്ര വരെയെങ്കിലും കാണുന്നവരെ നമ്മൾ ടിപ്പൊക്കെ കേൾക്കത്തുള്ളൂ കേട്ടോ. അല്ലാത്തവർ കേൾക്കത്തില്ല അല്ലേ, നമ്മളെ കളിപ്പിച്ചിട്ട് പോകുന്നവരാണ്. അപ്പോഴ് സുപ്പുവിൻ്റെ ഉപ്പു പാത്രം ഇപ്പം എവിടാണെന്ന് അറിയാമോ ഇരിക്കുന്നത്? സുപ്പുവിൻ്റെ അടുപ്പിൻ്റെ നമ്മളിപ്പോൾ എവിടാ നിൽക്കുന്നത്, നമ്മൾ പാചകം ചെയ്യുന്ന എവിടാ. അപ്പോഴ് ആ അടുപ്പിൻ്റെ വലതുഭാഗത്ത് വയ്ക്കണം കേട്ടോ. എന്തിനാ? ഉപ്പെന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. അപ്പോഴ് സുപ്പു ഇപ്പം ഈ വലതുവശത്താണ് നമ്മുടെ ഉപ്പ് പാത്രം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ 2 ഉപ്പ് ഭരണി നമ്മൾ ആക്കിയെടുക്കണം. ഒരെണ്ണം ഫുള്ള് നിറച്ച് വയ്ക്കണം. എന്നിട്ട് മറ്റേതിനകത്ത് എന്തുവാ, നമ്മൾ എപ്പോഴും തുടർച്ചയായിട്ട് ഇങ്ങനെ എടുക്കത്തില്ലേ, അതെടുക്കാം. മറ്റേ ഒരു ഭരണി ആർക്കും കൊടുക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്നത് തീരുമ്പം അത് കഴുകി മാത്രം നമുക്ക് മറ്റേത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഈ ഉപ്പ് ഭരണി, ഇതിപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഭരണിയാണ്. അപ്പോൾ ഇതിനകത്ത് ഉപ്പ് തീരുമ്പം നമ്മൾ ഇത് കഴുകി വേണം വീണ്ടും നമ്മുടെ ഉപ്പ് നിറയ്ക്കാൻ. അപ്പോഴെനിക്ക് 2 ഭരണി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഒന്ന് ഫുള്ളായിട്ടിരിക്കുകയോ ഒന്ന് നമ്മൾ എടുക്കുക. ഇത് തീരുമ്പം നമ്മളിത് നന്നായിട്ട് കഴുകി ഉണക്കി അടുത്തത് നിറയ്ക്കുക. അപ്പോഴും നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഫുള്ളായിട്ട്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് മറ്റേതെടുക്കാം, അല്ലെങ്കിൽ ഇതും എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോഴും ഉപ്പെന്നൊക്കെ പറയുന്നത് നമ്മൾ വീടുകളിൽ മുട്ടരുത്. അത് നമ്മൾ നമ്മുടെ അടുപ്പത്താണ്, നമ്മുടെ വിറകടുപ്പാണേലും നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പിലാണേലും നമ്മൾ പാചകം ചെയ്യുന്നതിൻ്റെ ഇവിടാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഈ വലതുവശത്ത് വെച്ചേക്കണം. അല്ലെങ്കിൽ അടി കേട്ടോ. നല്ലതാണ്. നമുക്ക് വീടിനെ വലിയ കുഴപ്പങ്ങളും ഇല്ലാതെ തട്ടലും മുട്ടലും ഇല്ലാതെ പൊയ്ക്കോളും ജീവിതം കേട്ടോ. പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ കുഴപ്പമായിരിക്കും. സത്യമായിട്ടും കെട്ടിയന്മാരെ കുറ്റം പറയാനൊക്കത്തില്ല. വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ കുഴപ്പമായിരിക്കും. എന്തുകൊണ്ട് വീട് നന്നായിട്ട് നോക്കി നടത്തിക്കൂടാ? അന്വേഷിച്ചോണ്ട് വരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് വീട് നന്നായിട്ട് നോക്കിക്കൂടാ അല്ലേ? പിന്നെ ഒത്തിരിയൊക്കെ പരസ്പരം അവരവരുടെ കയ്യിലിരിപ്പിൻ്റെ കുഴപ്പം കൂടെ ഉണ്ടാവും കേട്ടോ. അവർ 2 പേരും കൂടെ അങ്ങോട്ട് ഉടക്കാണെങ്കിൽ പിന്നെ ആ വീട് മൊത്തത്തിൽ ഉടക്കായി. അതുകൊണ്ട് ഉടക്കൊന്നും ഒപ്പിക്കേണ്ട. പ്രശ്നങ്ങളില്ലാത്ത വീടുകളില്ല, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല അല്ലേ? അപ്പോഴേ എല്ലാം ഈ 2 കൈ കൊണ്ട് കൊട്ടിയാലല്ലേ അതിന് ശബ്ദം കേൾക്കത്തുള്ളൂ. ഈ ഒറ്റ കൈ കൊണ്ട് കൊട്ടിയാൽ എവിടെയും ശബ്ദം കേൾക്കുക പിള്ളേരെ? ഇല്ല. ഇതെല്ലാം സുപ്രൂവിൻ്റെ കണ്ടുപിടുത്തം കേട്ടോ. 2024 സുപ്രൂവിൻ്റെ പ്രവചനങ്ങളായതൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പച്ചടിക്ക് വെള്ളരിക്ക അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ അവസ്ഥ. എനിക്ക് അങ്ങ് തൊണ്ട കുത്തും. മുളകിൻ്റെ നമ്മൾ വെള്ളരിക്കായും മുളകും കൂടെ അരിഞ്ഞ് വയ്ക്കുന്നത്. പിന്നെ ചിലരെ പിന്നെ പച്ചമുളക് ആ അരപ്പിൻ്റെ കൂടെ അരച്ചെടുക്കും. നമ്മളിവിടെ വേവിച്ചെടുക്കും കേട്ടോ.
ടിപ്പൊക്കെ എല്ലാവരും മനസ്സിലാക്കി കാണാം. പിന്നെ ഒത്തിരിയൊക്കെ ഇങ്ങനെയൊക്കെ ചിലർ അന്ധവിശ്വാസം ആകരുത്, എന്നാൽ ഇച്ചിരി അന്ധവിശ്വാസം ആകുകയും ചെയ്യാം കേട്ടോ. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ. എന്തെങ്കിലും ഉയർച്ച വരുവാണെങ്കിൽ സുപ്രോനെ മറക്കല്ലേ നിങ്ങൾ കേട്ടോ, സത്യം. പിന്നെ നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം അത് ചെയ്താൽ നല്ലതാവും എന്നും വിചാരിച്ച് ചെയ്യണം. അല്ലെങ്കിൽ ആർക്കാണ്ടോ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒന്നും ശരിയാവത്തില്ല, സത്യമായിട്ടൊന്നും ശരിയാവത്തില്ല. നമ്മുടെ മനസ്സിനകത്ത് ഞാൻ ഇന്നത് ചെയ്താൽ അത് ശരിയാവും എന്ന് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ അവള് പറഞ്ഞു, അല്ലെങ്കിൽ അവൻ പറഞ്ഞു ഞാനും ചെയ്തു നോക്കാം എന്നും പറഞ്ഞ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ശരിയാവത്തില്ല കേട്ടോ. നമ്മുടെ മനസ്സിനകത്ത് നമുക്കൊരു ഇത് വേണം. ഇത് വേണം, അത് തന്നെ കേട്ടോ. പച്ചടി ഇടയ്ക്ക് നോക്കണം, ഇതിനി ശരിയാക്കി ഒഴിക്കണം, പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിക്കണം. സമയം അങ്ങ് പോവാ കേട്ടോ. സമയം ഇങ്ങനെ നിൽക്കത്തില്ല. സൂപ്പർ സമയത്തിൻ്റെ പുറകെ ഓടാനും പോയില്ല, സമയം വേഗം പോകും. അപ്പോൾ സമയത്തെ നമ്മൾ പിടിച്ചു നിർത്താൻ ഒക്കത്തില്ല, അതങ്ങ് ഓടി പോയിക്കോളും. അപ്പോൾ നോക്കിയും കണ്ട് എല്ലാം ചെയ്യേണ്ടത് നമ്മൾ വീട്ടമ്മമാരുടെ ചുമതലയാണ് കേട്ടോ. അയ്യോ, ഇത്രയും പറഞ്ഞപ്പോഴത്തേനും ദാഹിച്ച് വലഞ്ഞ് പിള്ളേരെ, ഞാനിച്ചിരി വെള്ളം കുടിക്കട്ടെ. ഫ്രിഡ്ജ് അടുത്തായതുകൊണ്ട് പിന്നെ എനിക്ക് വെള്ളം കൂടി മത്സരം തന്നെ. വെള്ളം ശരിക്കും നന്നായിട്ട് കുടിക്കണം കേട്ടോ എല്ലാവരും. നന്നായിട്ട് കുടിച്ചു. വെള്ളം കുടിച്ചാൽ സൗന്ദര്യം ഉണ്ടാവുന്ന കേട്ടോ, സുപ്രൂവിന്റെ പ്രവചനം. അങ്ങനെങ്കിലും ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങൾ വെള്ളം കുടിച്ചോട്ടെ. വെള്ളം കുടിക്കാതെ ഒത്തിരി പെണ്ണുങ്ങൾ ഇതൊക്കെ കറങ്ങി നടക്കുന്ന എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. ശരിക്കും വെള്ളം കുടിച്ചോളാം, അല്ലെങ്കിൽ നല്ല അടി ഞാൻ വെച്ച് തരും കേട്ടോ, അടി. നമ്മുടെ അണ്ണൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കട്ട് ഞാൻ കൊണ്ടുവരും കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കാം, എല്ലാവരും കട്ട് തിന്നു. ഞാനിങ്ങനെ അടുക്കള നിൽക്കുന്നതിനും എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യും. പറഞ്ഞാണ്ടി പച്ചടിക്ക് കടുക് വറുത്തു, എല്ലാം ആക്കിക്കൂട്ടി നമ്മുടെ സാമ്പാർ കൂട്ടാൻ റെഡിയായി. കടുക് വറുത്ത് വെച്ചു. ഇതേ തിളപ്പ് കണ്ടോ. അപ്പോഴും ഇത്രയും മതി, ഒത്തിരി കറിയൊന്നും കൂട്ടി ചോറിനണ്ട, 4 കൂട്ടം മതി ഇല്ലേ. കുറച്ച് പാത്രമുണ്ട്, ഇനി അത് കഴുകി വെച്ചിട്ട് എവിടെയെങ്കിലും ചെന്നിരിക്കാം. ചോറിനൊന്നും അതൊരു ജോലിയാണ്. ഇതേ നമ്മുടെ പൊടിയല്ല, അല്ലാതെ നമ്മൾ വറുത്തിടത്തില്ലേ നമ്മുടെ വീട്ടിലെ, അങ്ങനെയുള്ള സാമ്പാർ കേട്ടോ. അപ്പോഴും ഊണ് റെഡിയാണ്. ഇതേലെ ഹോട്ടലിൽ നമ്മൾ ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോഴേ ഇങ്ങനെ ബോർഡ് വയ്ക്കത്തില്ല, ഊണ് റെഡി. വീട്ടിലെ ഊണ് ഇങ്ങനെ പയ്യന്മാരൊക്കെ ബംഗാളികളൊക്കെ നിൽക്കുന്ന കാണത്തില്ലേ, അതുപോലെ ഞാനും ഊണ് റെഡി, ഊണ് റെഡി. അപ്പം ഇനി പാത്രമൊക്കെ ഒന്ന് ഞാൻ കഴുകിയൊക്കെ വെക്കട്ടെ, കുറച്ച് പാത്രം. അല്ലെങ്കിൽ പിന്നെ അതവിടെ കിടന്ന ഒരു സമാധാനവും കാണത്തില്ല. അതവിടെ കിടക്കുന്നു അങ്ങോട്ട് മനസ്സിനകത്ത് അങ്ങോട്ട് അങ്കലാപ്പ് തുടങ്ങും കേട്ടോ. കൈ വെച്ചിട്ട് എവിടെയും ചെന്നിരുന്നാലേ സമാധാനത്തെ എവിടെയെങ്കിലും ഇരിക്കാവേ. നേരല്ലേ? നേരാണ്. പോസ് ചെയ്യൂ, എനിക്ക് വയ്യ. ഇതാരാ ഇത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത്? കണ്ടേ ഉക്കുക്കുമാക്ക് കളിക്കാതെ രാവിലെ ഒരു കിളവൻ വന്നു ഉക്കുക്കുമാക്ക് ആ പൂവിനകത്തോട്ടൊക്കെ പിടിച്ചോണ്ട് നിൽക്കേ. എന്ത് വന്നു നടക്കത്ത അതുകൊണ്ട് ആ പൂവിനകത്ത് പിടിച്ചോണ്ട് നിൽക്കാൻ. പാവം, ഞാൻ പറ്റിക്കേട്ടോ. കണ്ടോ, ഞാൻ നിൽക്കുന്നതിൻ്റെ കൂട്ടൊക്കെ നിൽക്കുക. സ്മൈൽ പ്ലീസ്. അങ്ങനെയാണോ? കൈ വെക്കുവാന്നോ? പല്ലല്ലേ എടുത്ത് വെളിയിലിടാൻ. പാവം, ഞാനിങ്ങനെയൊക്കെ ഇവിടെ നിന്ന് കോപ്രായങ്ങൾ കാണിക്കുന്ന കണ്ട് ദേ തെറ്റിയുടെ അടുത്തൊക്കെ കയറി നിൽക്കുന്നേ. കൊള്ളാം, അടിപൊളി.
നമ്മുടെ ചക്ക വിളഞ്ഞോ നോക്കി, ചക്ക വിളഞ്ഞോ നോക്കി. ദോ പൊട്ടാന്നോ? അല്ല, ഒരെണ്ണം വിളഞ്ഞത്. നാളെ നമുക്ക് കണ്ടിക്കണം. ചുമ്മാ നോക്കാൻ പോട്ടോ. ഞാനെന്ത് വേണ്ട, അതിനപ്പുറത്തൊരെണ്ണം വിളഞ്ഞ് നിപ്പോണ്ട്. വിളഞ്ഞില്ലയോ? പൊട്ടാന്നോ? നമുക്ക് വിളഞ്ഞായിരുന്നെങ്കിൽ ഇന്ന് അടത്തായിരുന്നല്ലോ രാവിലെ. പട്ടം കിടന്ന് നോക്കോ പോവും. ഉണ്ടോ? പാത്തിരിപ്പുണ്ടോ അവിടെ? പാത്തിരിപ്പുണ്ടോന്ന് ചക്ക? ഇല്ല, മേളിലല്ല. പറ്റിച്ചേ. ഇത് കണ്ടോ, ഇതാണെങ്കിൽ ഞങ്ങൾ പെര വെച്ചപ്പം പെരവാസൂലി സമയത്ത് വെച്ച ഇതെന്തോ കള്ളിപ്പാലയോ അതാ കേട്ടോ. അപ്പോഴിത് നല്ല ഉണക്ക് വരുമ്പോൾ ഫുള്ളേ ഇലയെല്ലാം അങ്ങ് പോവും. എന്നിട്ട് ഇങ്ങനെ കണ്ടോ, ഇപ്പോൾ 2 മഴയൊക്കെ ആയപ്പം പതിയെ പൊട്ടിക്കിളിച്ച് വരുന്നു. ഇത് അന്ന് വെച്ച ഒരു പുതിയ കലമായിരുന്നു തോന്നുന്നു കേട്ടോ. നമ്മുടെ എടുത്ത കല്ലൊന്നുമല്ല, പക്ഷെ അതെല്ലാം പൊട്ടിക്കീറി. ഇതിൻ്റെ സ്ഥാനം ഞങ്ങൾ മാറ്റിയിട്ടേ ഇല്ല, അവിടെ തന്നെ വെച്ചേക്കും കേട്ടോ. ഇത്രേ ആയുള്ളൂ. 2018 വെച്ചതാണിത് കേട്ടോ. ഇതിവിടെ തന്നെ ഇരുന്നതാണ്. പക്ഷേ ഇത് വലുതാവുന്നോന്ന് ചോദിച്ചാൽ വലുതാവുന്നു, എനിക്കറിയത്തില്ല. കുഞ്ഞൊരെണ്ണം ആയിരുന്നു, ഇത്രയും വലുതായില്ലേ ആ കുഞ്ഞു കലത്തിൽ. കുഞ്ഞു കലമല്ല, വലിയ കലമാണ്. എൻ്റെ പിയെ ഒന്ന് പറ്റിച്ചതാണ് കേട്ടോ. രാവിലെ വന്നപ്പോൾ ഒന്ന് പറ്റിച്ചു. പിന്നെ ഉച്ച കഴിഞ്ഞ് വെയിലത്ത് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. ഈ സിറ്റൗട്ടിലൊന്നും ഇറങ്ങാനേ ഒക്കത്തില്ല. അതുകൊണ്ട് അകത്ത് തന്നെ ഇരിക്കും ഉച്ച കഴിഞ്ഞാൽ. പിന്നെ വൈകിട്ട് ഇപ്പോഴാണ് ചെടിക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്തോ വെയിലാണെന്നറിയാവും ഇവിടെ. അപ്പോൾ ചെറിയ കാറ്റൊക്കെ വരുന്നുണ്ട്. കാറ്റൊക്കെ വീശി നമ്മുടെ നെൽക്കതിരൊക്കെ ഇങ്ങനെ ആടുന്നുണ്ട്. എന്നും ഇങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇന്ന് രാത്രി മഴ പെയ്യുമായിരിക്കും, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചാൽ എല്ലാത്തിനും വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. അപ്പോഴിവിടെയും വെള്ളം ഒഴിച്ചില്ല, കുറച്ച് അത്യാവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു ഞാൻ കേട്ടോ. മഴ പെയ്തിരുന്നെങ്കിൽ ഒരു കോളൊക്കെ ഉണ്ട്, പെയ്യുമോ എന്തോ ഒന്നും അറിയത്തില്ല കേട്ടോ. പെയ്യുന്നെങ്കിൽ പെയ്യട്ടെ അല്ലേ. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളെ കൂട്ടുകാർക്ക് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.